കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിൽ നാം അഭിമാനം കൊള്ളണം. അവിടുന്നിലാണ് നമ്മുടെ രക്ഷയും ജീവനും ഉത്ഥാനവും. അവിടുന്ന് വഴിയാണ് നാം രക്ഷിക്കപ്പെട്ടതും മോചിതരായതും. പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുസഭ വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാള്, പുകഴ്ചയുടെ തിരുനാള് കൊണ്ടാടുകയാണ്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ഉപകരണത്തെ രക്ഷയുടെ അടയാളമാക്കി മാറ്റുകയാണ് ദൈവം ചെയ്തത്. അതാണ് കുരിശ്. അതുകൊണ്ട് തന്നെ കുരിശ് മാറ്റിയാൽ ക്രിസ്തീയതയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ, സങ്കടങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് ഒരു ഉപകാരമില്ലാത്ത വേദനയായി മാറും. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ഈശോയുടെ കുരിശിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ. ഈ ബലിയിൽ നമുക്ക് ഭക്തിയുടെ വിശുദ്ധിയോടെ പ്രവേശിക്കാം. ഈ ഒരു മരക്കഷ്ണത്തെ ഇത്ര മഹത്വീകരണം ആക്കി മാറ്റിയത് അതിനകത്ത് ദൈവം അതിൽ തൂങ്ങിക്കിടന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ നല്ല ഒരു കുരിശായി മാറുന്നത് ദൈവം നമ്മളിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മറന്നു പോകരുത്. ആ വേദനകളിൽ ദൈവം നിന്നോടുകൂടെ കിടന്ന് പിടയുന്നുണ്ട്. നീയാകുന്ന കുരിശുകൾ ദൈവം ബലിയർപ്പിക്കുന്നുണ്ട്. മാപ്പ് ചോദിക്കാമോ? കർത്താവിൻ്റെ സ്നേഹത്തെ കുരിശുകളുടെ കാലങ്ങളിൽ തള്ളിപ്പറഞ്ഞേ. സർവശക്തനായ ദൈവത്തോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും രക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ തികഞ്ഞയായ പരിശുദ്ധം അറിയുന്നതോടും എല്ലാ മാതാപിതാക്കളും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ദൈവപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സംഖ്യാപുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ഏദോം ചുറ്റിപ്പോകാൻ ഹോർമലയിൽ നിന്ന് ചെങ്കടലേക്കുള്ള വഴിയായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ
വിലകെട്ട ഈ അപ്പം നിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രയേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രമിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി. അവർ അനുദമിച്ചു, ദൈവത്തിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് ഞങ്ങളെ വീണ്ടെടുക്കുന്നവരെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വരുന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്നു നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശുക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലതും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു നിക്കോദേമോസിനോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയ സഹോദരന്മാരെ, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ
തിരുനാളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് ഓർക്കാം. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പ്രഘോഷിക്കുന്നത് വിജാതീയർക്ക് ദോഷത്വമായ യഹൂദർക്ക് ഇടർച്ചയായ കുരിശിനെയാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ധ്യാനിക്കാം. ആഥൻസ് എന്ന് പറയുന്ന പട്ടണത്തിൽ കർത്താവായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പോയ പൗലോസ് തൻ്റെ പാണ്ഡിത്യത്തിൽ നിന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, അല്ലയോ ഏഥൻസുകാരെ, ഇതാ നിങ്ങളുടെ അജ്ഞാതദേവനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയൊരു ദൈവിക വിജ്ഞാനം തൻ്റെ പാഠവത്തിൽ നിന്ന്, തൻ്റെ പാണ്ഡിത്യത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മിനിസ്ട്രി ഒരു പരാജയമായിരുന്നു എന്ന് നമ്മൾ അറിയുകയാണ്. ഏഥൻസിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. ഈശോയുടെ വചനങ്ങൾക്ക് സ്വീകാര്യത വലുതായിട്ട് ലഭിച്ചില്ല. പിന്നീട് അദ്ദേഹം പോകുന്നത് കൊറിന്തോസിലേക്കാണ്. കൊറിന്തോസിൽ ചെല്ലുമ്പോൾ എളിമപ്പെട്ട് ഈ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രൂശിതനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനോ സംസാരിക്കുവാനോ ഞാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് കുരിശ്. കുരിശ് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയതയില്ല. കുരിശും ക്രിസ്തുവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുരിശില്ലാതെ ക്രിസ്തുവില്ല എന്നാണ്. കാരണം ദൈവത്തിൻ്റെ തിരുമനസ്സിൻ്റെ അവിടുത്തെ വലിയ പദ്ധതിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ജീവിതത്തിൽ അടർത്തി മാറ്റാൻ ശ്രമിച്ചാൽ നമ്മൾ വലിയ പരാജയത്തിൽ ചെന്ന് ഭവിക്കും. പിന്നെയോ ഈ സങ്കടങ്ങളെ, വ്യഥകളെ, അത് ശാരീരികവും മാനസികവും ആത്മീയവുമായവയായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ ഈ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് വളരെ വലിയ അർത്ഥം ലഭിക്കുകയും അത് രക്ഷാകരമായി നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഭവിക്കുകയും ചെയ്യും. ഒരപ്പൻ തൻ്റെ സങ്കടങ്ങളെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കുടുംബത്തിന് രക്ഷാകരമാണ്. അമ്മയും അതുപോലെ തന്നെ. ഒരു സമർപ്പിത അങ്ങനെ പോകുമ്പോൾ ആ സമൂഹത്തിന്, കൂട്ടായ്മയ്ക്ക് അത് രക്ഷയുടെ അനുഭവമായി ഭവിക്കും. കർത്താവ് ഈ കുരിശിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. മറ്റൊന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടണ്ട. കുരിശിൻ്റെ രഹസ്യം വെളിപ്പെട്ടാൽ പിന്നെ അവന് വേണ്ടി മരിക്കും. അങ്ങനെയാണ് രക്തസാക്ഷികളുണ്ടായത്. മറ്റൊന്നും വേണ്ട കർത്താവേ, നിന്റെ കുരിശ് മതിയെന്നും പറഞ്ഞ് സങ്കടങ്ങളുടെ കാലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയവരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധരെന്നും രക്തസാക്ഷികളും. അതൊരു വെളിപാടാണ്. അത് കർത്താവായ ക്രിസ്തു വെളിപ്പെടുത്തി തരേണ്ട മഹാസത്യമാണ്. അവിടുത്തെ ആത്മാവ് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ട വലിയ സത്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ബലിയിൽ ദൈവമേ, ഈ കുരിശിൻ്റെ ദിവ്യരഹസ്യത്തെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. നമുക്ക് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഈ ആൾക്കാരെയിൽ ചേർത്ത് വയ്ക്കും. നല്ല ദൈവമേ, കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കുരിശിനോടൊപ്പം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കരുണ തോന്നണമേ. ലോകത്തോട് മുഴുവനും കരുണ തോന്നുകയും ഈ കുരിശിൻ്റെ കാലഘട്ടത്തെ രക്ഷയുടെ കാലഘട്ടമായി അവിടെ ഞങ്ങൾക്ക് പകർത്തി തരണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളെയും ഞങ്ങളുടെ വ്യഥകളെയും സമർപ്പിക്കുന്നു. കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നീ ഇറങ്ങി നിൽക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ അഭയവും ശക്തിയും ഒന്നാകുന്നല്ലോ. അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾക്ക് സാധിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ യാചിച്ചത് കർത്താവ് സാധിച്ചു തരുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. കർത്താവേ, കുരിശിന്റെ അൾത്താരയിൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ദയം ചെയ്തെടുത്ത് ജീവൻ ഉദ്ധാനം ചെയ്യാൻ കുരിശുമരത്തിൽ മാനവരാശിയുടെ രക്ഷ അങ്ങ് സംസ്ഥാപിച്ചു. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ പ്രാഭവും വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണികൾ പവിത്രമാക്കണമേ. ഇന്ന് ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി പെരുമാറട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപനിരീക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊക്കെ സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും
അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുകാണാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൾ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ, സത്യമായും ഈ ദിവ്യകൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യും. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗമം പങ്കുകൊള്ളുന്ന മുഴുവൻ പേരിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടുന്ന് എഴുന്നള്ളണമേ.
കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ദിവ്യ തിരുനാൾ പരിപോഷിതരായി ഞങ്ങൾ കീഴപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.